എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സാരി ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1 മീറ്ററാണ്. ഇതിൻ്റെ ചെസ്റ്റ് 41 ഇഞ്ചും ബസ്റ്റ് 42 ഇഞ്ചുമാണ്. ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. അതിവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. അതിനുശേഷം ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.25. ബാക്കിനൊക്കെ ഇറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറയ്ക്കുകയാണ്. അതായത് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് കുറയ്ക്കാം. പിന്നെ ഷോൾഡർ വരുന്നത് 6.25 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ആം ഹോള് 6 ഇഞ്ചാണ് വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 41 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 10.25 ഇഞ്ച് വരും. ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ ഇടുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. 3/4 ഇഞ്ച് ലൂസിനാണ്. ഇനി വന്നിട്ട് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് 3 ഇഞ്ച് വീതി കൊടുക്കാം. ഇറക്കം 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വൈഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നെക്ക് റൗണ്ട് വരയ്ക്കുക. ഇനി ഇവിടെ നമുക്ക് ഇവിടെ എത്ര വീതി ഉണ്ട് നോക്കുക. ഇവിടെ വന്നിട്ട് 3.25 വരുന്നുണ്ട്. ഈ 3.25 ഇവിടെ മാർക്ക് ചെയ്യാം. ഇതേ വീതി ഇവിടെയും വരാൻ നോക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അളന്ന് നോക്കാം. ഇതൊരു 3/4 ഇഞ്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് കമ്മിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം 35 ഇഞ്ചാണ്. അപ്പോൾ 8.25. അപ്പോൾ അതിൻ്റെ 4/1 8.25. 1 ഇഞ്ച് ബാക്ക് ടെക്കിന് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടെക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ടെക്കിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ട് ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ ചെസ്റ്റിൻ്റെ 4/1 10.5 വരും. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഇട്ടാൽ മതി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ക്രോസിൽ വരച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഇവിടെ ഈ ടെക്ക് ഇടുന്ന സമയത്ത് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരും. ഇനി ഇവിടെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇവിടെ അല്പം ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. 8.5 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. കുറച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ ഹെമ്പിങ്ങിന് വേണ്ടി ഒരു 1.25 ഇഞ്ച് ഇടുക. അപ്പോൾ സ്ലീവിനകത്ത് 7 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം 8.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ
കുഴിച്ച് വരയ്ക്കുക. അതിനുശേഷം അരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്ക് ആം ഹോൾ വരയ്ക്കാം. സ്ലീവ് റൗണ്ട് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇവിടെ അല്പം ജോയിൻ്റ് ചെയ്താൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 40 ഇഞ്ചിന് മുകളിലുള്ള ബ്ലൗസൊക്കെ ക്രോസ് കട്ട് ചെയ്യായിരിക്കും നല്ല ഫിറ്റിംഗ് കിട്ടാൻ നല്ലത്. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്ത് ഇതുവരേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒക്കെ ഫ്രണ്ട് 6 ഇഞ്ചാണ്. ഇവിടെയും 3.5 ഇഞ്ച് തന്നെ കൊടുക്കാം. മുകളിൽ നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബെസ്റ്റ് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 10.5 ഇഞ്ച്, അരഞ്ച് ഷോൾഡർ ജോയിൻറ്റിന്, അങ്ങനെ 11 ഇഞ്ച് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ചെസ്റ്റിൻ്റെ 10-1 ഭാഗം, അതായത് 4 ഇഞ്ച് ഒരു പോയിൻറ്റും വരും. ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ്, 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്യാം. അതായത് 42 ഇഞ്ച് ചെസ്റ്റിൻ്റെ 3/1 ഭാഗം, 14 ഇഞ്ച് വരും. അതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ബെസ്റ്റിൻ്റെ ഇത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബെസ്റ്റ് പോയിൻ്റ് ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പാണ്. ചെസ്റ്റ് 41ഉം ബെസ്റ്റ് 42ഉമാണ്. അപ്പോൾ ഇവിടെ 11.5 വരുമ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കൂടുതലിടാം, 11.75 ഇടാം. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. ഇനി ഇതിൻ്റെ ഇവിടുത്തെ ടെക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 8.25, ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ 8.5 മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എത്രയുണ്ട് നോക്കുക. ഇവിടെ വന്നിട്ട് 3.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 1.25 ഇഞ്ച് ഇങ്ങോട്ടും 1.25 ഇഞ്ച് ഇങ്ങോട്ടും കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടെക്ക് നീളം 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അതുപോലെ ഇവിടെയും. അതിനുശേഷം ഇവിടെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടെക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ 2 ഇഞ്ചും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ഇതേപോലെ കട്ട് ചെയ്യണം. അത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നോക്കിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പട്ടി കട്ട് ചെയ്യുക. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നെക്ക് ഒപ്പം വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബോട്ടം
35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 8.25, 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക്, 9 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ഇതിൽ 3 ഇഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വേണം, ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് വേണം, എങ്കിലാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് കുറച്ച് 1.25 ഇഞ്ച് വയ്ക്കാം. 4.25 ഇഞ്ച് ഇവിടെ കൊടുക്കാം. ആ 4.25 ഇഞ്ച് തന്നെ ഇവിടെയും കൊടുത്താൽ മതി. ഇവിടെ ഈ 3 ഇഞ്ചിൽ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക, 3.25 ഇഞ്ച്. അതിന് ശേഷം ഇതിങ്ങനെ വരച്ച് ഒരു ഷേപ്പിൽ വരച്ചെടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ടിൽ ഒരു അടയാളം ഇടാം. ഇനി ഇതിവിടെ അങ്ങനെ തയ്യത്തുമ്പ് ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.